Dear trainees, I am Sunitha, Senior Instructor, Govt.ITI for Women, Malampuzha. Electronic Mechanic Trade second year syllabus ഭാഗമായ LED light എന്ന മോഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ എന്തൊക്കെ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? അതായത് what are LEDs and advantages of LEDs, then comparison between LED lights and other traditional lighting systems, then parts and working of LED lights, then different color generation in LED lights. So ഇന്ന് നമുക്ക് ഇന്നത്തെ ലെസണിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലിസ്റ്റ് ഔട്ട് ദ ടൈപ്സ് ഓഫ് LED ലൈറ്റ്സ്. അതായത് LED-കളുടെ ടൈപ്സ്, അതായത് കളറുകളെ ബേസ് ചെയ്തുകൊണ്ട് ഡ്യുവൽ കളർ, സിംഗിൾ കളർ, മൾട്ടി കളർ എന്നിങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കൂടാതെ അവയുടെ സൈസ് ബേസ് ചെയ്തുകൊണ്ട്, ഷേപ്പ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ പവർ LEDs. അതായത് നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് LEDs ഉണ്ട്, ഹൈ പവറും ലോ പവറും. അപ്പോൾ ലോ പവർ LED-കളെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ലോ കറൻറ്റ്, സ്റ്റാൻഡേർഡ്, അൾട്രാ ഹൈ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യും. വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അപ്പോൾ അതൊന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈ പവർ LEDs, ഹൈ പവർ LEDsകളുടെ ക്ലാസിഫിക്കേഷൻ. ദെൻ ലിസ്റ്റ് ഔട്ട് ദ സ്പെസിഫിക്കേഷൻ ഓഫ് LED ലൈറ്റ്, LED ലൈറ്റുകളുടെ സ്പെസിഫിക്കേഷൻ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ലെസണിലേക്ക് കിടക്കാം. അതായത് LEDs ആർ അവൈലബിൾ ഇൻ സിംഗിൾ കളർ, ഡ്യുവൽ കളർ ആൻഡ് മൾട്ടി കളർ ടൈപ്സ്. നമുക്കറിയാം LEDs നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് കളറുകളിൽ, അതായത് കളർ ഒരു മോഡ്യൂളിൽ തന്നെ ഡിഫറെൻറ്റ് കളറുകൾ അവൈലബിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം നമ്മൾ കൂടുതലായിട്ട് പക്ഷേ യൂസ് ചെയ്ത് വരുന്നത് നമുക്കറിയാം ഡൊമസ്റ്റിക് പർപ്പസിനായാലും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനായാലും ലൈറ്റിംഗ് സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ വൈറ്റ് LEDs ആണ്. അതായത് കുറച്ചുകൂടി സോഫ്റ്റായ നമുക്ക് വീടുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കളറാണ് ലൈറ്റ് LEDs. കൂടാതെ നമുക്ക് സ്പെസിഫിക് ആപ്ലിക്കേഷൻസിന് നമുക്ക് ഡിഫറെൻറ്റ് കളറുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് ട്രാഫിക് ബോർഡുകളിൽ, ഡിസ്പ്ലേ ബോർഡുകളിലൊക്കെ റെഡ്, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ ഇവയെല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. മൾട്ടി കളർ ലൈറ്റ്സുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു മോഡ്യൂളിനുള്ളിൽ തന്നെ മൾട്ടി കളർ എങ്ങനെയാണ് അവൈലബിൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. കൺസിസ്റ്റ് ഓഫ് 2 or more കളർ LEDs ഇൻ എ ബോർഡ്. അതായത് ഒരു ബോർഡിനുള്ളിൽ തന്നെ രണ്ടിലധികം കളറുകൾ, രണ്ടിലധികമോ കളറുകൾ ഒരു മോഡ്യൂളിനുള്ളിൽ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കും. ബൈ ഓപ്പറേറ്റിംഗ് എക്സ്റ്റേണൽ സ്വിച്ചസ് ഓർ ബൈ റിമോട്ട് വി ക്യാൻ സെലക്ട് ദ കളർ ഓഫ് LED ലൈറ്റ്സ്. അതായത് നമുക്കതിൻ്റെ കളറുകൾ നമുക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യാം? എക്സ്റ്റേണൽ സ്വിച്ച് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ റിമോട്ട് വഴിയോ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ബൈ സെലക്ടിങ് 2 or more കളർ വി ക്യാൻ ജനറേറ്റ് വേരിയസ് കോമ്പിനേഷൻ ഓഫ് കളേഴ്സ്. നമുക്കറിയാം കളർ കോമ്പിനേഷൻ വഴി ഡിഫറെൻറ്റ് കളറുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ടാബുലർ കോളത്തിൽ ഓരോ ടൈപ്പ് LED, അതായത് സിംഗിൾ കളർ, ഡ്യുവൽ കളർ, അതായത് ട്രൈ കളർ LEDകളുടെ പാക്കേജുകളുടെ സിമ്പലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ സിംഗിൾ LED, സിംഗിൾ കളർ LED ആണ്. നമുക്കറിയാം ആനോഡ്, കാഥോഡ്, 2 ലീഡ്. ദെൻ ബൈ കളർ, ബൈ സ്റ്റേറ്റ്. അത് ബൈ കളർ എന്ന് പറയുമ്പോൾ അവിടെ 2 LEDകളാണ് ഒരു മോഡ്യൂളിനുള്ളിലുള്ളത്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു LEDക്ക് നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പം ആ LED ഗ്ലോ ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത LED ഗ്ലോ ചെയ്യിക്കാൻ വേണ്ടി ബാറ്ററിയുടെ പൊളാരിറ്റി ഒന്ന് ചേഞ്ച് ചെയ്താൽ നെക്സ്റ്റ് LED ഗ്ലോ ചെയ്യും. അതായത് അതിന് ഫോർവേഡ് ബയാസ് കിട്ടുമ്പോഴത്തേക്കും അത് ഗ്ലോ ചെയ്യും. അങ്ങനെ ബൈ കളർ LED 2 ലീഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ബൈ കളർ തന്നെ ട്രൈ സ്റ്റേറ്റ് ഉണ്ട്. അതായത് കോമൺ ആനോഡോ കോമൺ കാഥോഡോ ആക്കി വെച്ചുകൊണ്ട് 2 LEDകൾ ഇത്തരത്തിൽ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ബൈ കളർ ട്രൈ സ്റ്റേറ്റ്. ടോട്ടലി 3 ലീഡ്സ് ആർ അവൈലബിൾ. ദെൻ ബൈ കളർ ട്രൈ സ്റ്റേറ്റ്, കോമൺ ആനോഡ്, കോമൺ കാഥോഡ് 2 എണ്ണമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ട്രൈ കളർ RGB, കോമൺ കാഥോഡ്. ട്രൈ കളറാണ്, അതായത് RGB. ദെൻ അവിടെ നമ്മൾ കോമൺ ആയി ഒരു ഭാഗം, അതായത് ആനോഡ് ഓർ അല്ലെങ്കിൽ കാഥോഡ് കോമൺ ആക്കി വെച്ചുകൊണ്ട് നമ്മളതിനെ ട്രൈ കളർ കോമൺ കാഥോഡ്, കോമൺ ആനോഡ് എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് LED ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് പിൻസ് നോക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു LEDsകളെ നമ്മൾ പിന്നുകളെ വെച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് 2 പിൻ, 3 പിൻ, 4 പിൻ, 6 പിൻ. ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ RGB മെത്തേഡിൽ നമുക്ക് പല ഡിഫറെൻറ്റ് കളറുകൾ ജനറേറ്റ് ചെയ്യാം. 4 പിൻ മെത്തേഡിൽ ചെയ്യാം, 3 പിൻ മെത്തേഡിൽ ചെയ്യാം, 2 പിൻ മെത്തേഡിൽ നമുക്ക് ഡിഫറെൻറ്റ് കളറുകൾ ജനറേറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു.
Next, 2-pin LEDs. The most common type of LED is the 2-pin 5mm round lens type. അതായത് നമ്മൾ ലാബുകളിലൊക്കെ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിൽ ധാരാളം കാണുന്ന ടൈപ്പാണ് 2-pin 5mm റൗണ്ട് ലെൻസ് ടൈപ്പ് LEDs. ജനറലി ദീസ് ആർ എ സിംഗിൾ LED. അതായത് നമ്മൾ സിംഗിൾ LED ആയിട്ടാണ്, സിംഗിൾ കളറായിട്ടാണ് സാധാരണ കാണാറ്. പൊളാരിറ്റീസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലോങ് ലീഡ്. പൊളാരിറ്റി നമുക്ക് മനസ്സിലാക്കാൻ ലോങ് ലീഡ് എപ്പോഴും ആനോഡും ദെൻ ഷോർട്ട് ലീഡ് കാഥോഡ് അഥവാ ഫ്ലാറ്റ് സൈഡ് കാഥോഡ് ആയിരിക്കും. ദ 2-pin പാക്കേജ് ക്യാൻ കണ്ടെയ്ൻ എ സിംഗിൾ ഓർ 2 ബാക്ക് LED. ദെൻ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. 2-pin ആണെങ്കിൽ പോലും നമുക്ക് അതിൽ 2 പാക്കേജസ് LED കാണാം. അതായത് അതായത് 2-pin പാക്കേജിൽ തന്നെ 2 LEDകൾ ബാക്കായി കണക്ട് ചെയ്ത് കാണാം. ഡ്യുവൽ കളർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഫോർവേഡ് ബയാസ് ഏതിനാണോ കിട്ടുന്നത് അത് ഗ്ലോ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ നെക്സ്റ്റ് LED ഗ്ലോ ചെയ്യിക്കാം. നെക്സ്റ്റ് 3-pin. 3-pin മീൻസ് അതായത് കോമൺ ആക്കി വെച്ചുകൊണ്ട് 2 ലീഡ് കോമൺ ആക്കി വെച്ച്, അതായത് ആനോഡോ കാഥോഡോ കോമൺ ആക്കുക. ദെൻ ബാക്കി 2 ലീഡ്സ് അവൈലബിൾ ആയിരിക്കും. ദ 3-pin LEDs is usually a pair of LEDs of different colors sharing a common anode or common cathode. കോമൺ കാഥോഡ് വെച്ച് ബാക്കി 2 ലീഡുകൾ നമുക്ക് അപ്പോൾ ടോട്ടലി 3 ലീഡ്സ്. ഐദർ LEDs can be turned on independently or blended to create a combination. നമുക്കിതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓൺ ചെയ്യിക്കാം, അല്ലെങ്കിൽ അറ്റ് എ ടൈം രണ്ടും കൂടെ ചെയ്തിട്ട് കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാം. 4-pin LED package is the most commonly seen on RGB. RGB LEDകളിൽ 4 പിന്നാണ് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത്. കോമൺ കാഥോഡ് ഓർ കോമൺ ആനോഡ് വേർഷൻസ് ആർ അവൈലബിൾ. ഇറ്റ് പ്രൊഡ്യൂസസ് ദ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ്. 3 കളറുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നു. 6-pin LEDs. 6-pin LEDsൽ നമുക്കറിയാം RGB വിത്ത് ഇൻഡിവിജ്വൽ പിൻ ഔട്ട്സ് അലോ കോമൺ ആനോഡ്, കോമൺ കാഥോഡ് കോൺഫിഗറേഷൻ, നേരത്തെ പറഞ്ഞ പോലെ, ആസ് വെൽ ആസ് സീരീസ് കണക്ഷൻ ഓഫ് LEDs. അതായത് പിന്നീട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഈ 6 പിന്നുകളെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് കളറുകൾ വിത്ത് 6-pin മെനി വെറൈറ്റീസ് ആർ പോസിബിൾ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ കോമൺ 2 കോമൺ ആനോഡ് കോമൺ കാഥോഡ് ആക്കി വെച്ചുകൊണ്ടും അങ്ങനെയൊക്കെ നമുക്ക് പല വെറൈറ്റികളിൽ പോസിബിൾ ആണ്. ദെൻ LED ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ പവർ ലെവൽ. നേരത്തെ പറഞ്ഞു LEDസിന്റെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു ലീഡിനെ ബേസ് കൊണ്ട് മൾട്ടി ആണോ സിംഗിൾ ആണോ എന്നുള്ള കളറുകളൊക്കെ നോക്കിക്കൊണ്ട് LED ക്ലാസിഫിക്കേഷൻ ലീഡ് ബേസ് ചെയ്തുകൊണ്ട്. ദെൻ നെക്സ്റ്റ് വൺ അക്കോർഡിംഗ് ടു ദ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ടു ദ പവർ ലെവൽ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ. ലോ പവർ LEDs ഓർ മിനിയേച്ചർ LEDs. ലോ പവർ അഥവാ മിനിയേച്ചർ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ മൊബൈൽ ഫോൺസ്, ഇൻ ടെലിവിഷൻ സെറ്റ്സ് ആൻഡ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ ഡിവൈസസ്. ഇവിടങ്ങളിലൊക്കെയാണ് ഈ ലോ പവർ LEDs നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഇൻഡിക്കേഷനുകളിൽ അവൈലബിൾ ഇൻ 2mm to 10mm സൈസ്. വളരെ സൈസ് ചെറുതാണ്. 2mm മുതൽ 10mm സൈസ് വരെ ഈ ലോ പവർ LEDs നമുക്ക് കാണാം. സെപ്പറേറ്റ് ഹീറ്റ് സിങ്ക് നോട്ട് റിക്വയർഡ്. നമുക്കറിയാം LEDs എല്ലാം ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. അതായത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. അപ്പം ടെമ്പറേച്ചർ ഇപ്പോൾ ഹീറ്റ് സിങ്ക്. പക്ഷെ ഇവിടെ നമുക്കറിയാം ലോ പവർ ആകുമ്പോൾ കറണ്ട് കുറവായിരിക്കും. ദെൻ ദർ ഈസ് നോ നീഡ് ഓഫ് ഹീറ്റ് സിങ്ക്. വോൾട്ടേജ് റേഞ്ച്. നെക്സ്റ്റ് 5 volt to 12 volt. കറണ്ട് 1 mA to 20 mA ആണ് കറണ്ട് റേറ്റ് വരുന്നത്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ പവർ റേറ്റ് കുറവായിരിക്കും. കാറ്റഗറീസ് നമുക്കറിയാം ലോ കറണ്ട് ഉണ്ട്. ദെൻ സ്റ്റാൻഡേർഡ്. ലോ പവർ LED ഓർ മിനിയേച്ചറിനത്തിന് വീണ്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ലോ കറന്റ്, സ്റ്റാൻഡേർഡ്, അൾട്രാ ഹൈ ഔട്ട്പുട്ട്. അതായത് 3 തരത്തിൽ വീണ്ടും. അപ്പോൾ ലോ കറന്റ് റേറ്റഡ് ഫോർ 2 mA അറ്റ് അറൌണ്ട് 2 volt. 2 mA കറന്റ്, വോൾട്ടേജ് 2 volt. അപ്രോക്സിമേറ്റ്ലി അപ്പോൾ ടോട്ടൽ കൺസംഷൻ, പവർ കൺസംഷൻ 4 mW. ദെൻ സെക്കൻഡ് വൺ സ്റ്റാൻഡേർഡ് ടൈപ്പ്. സ്റ്റാൻഡേർഡ് നമ്മൾ ഏകദേശം പറയാറുള്ള 20 mA കറന്റ് ആണ്, റേഞ്ചിങ് ഫ്രം അപ്രോക്സിമേറ്റ്ലി 40. അപ്പം വരുമ്പോഴത്തേന് 40 mW to 90 mW പവർ കൺസംഷൻ വരുന്നു. അപ്പം സ്റ്റാൻഡേർഡ് നമ്മൾ പറയാറുള്ളത് 20 mA കറന്റ് ആണ്. അത് തന്നെ 1.9 to 2.14 നമുക്കറിയാം റെഡ്, ഓറഞ്ച്, യെല്ലോ ആൻഡ് ട്രഡീഷണൽ ഗ്രീൻ. 3 to 3.0 volt for pure green and blue. Next 2.9 to 4.0 volt for violet, pink, purple and white. നമ്മൾ നേരത്തെ VI characteristic of LED ലൈറ്റ് കഴിഞ്ഞ ലെസണിൽ മനസ്സിലാക്കിയതിൽ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത്
ഡിഫറെൻറ്റ് കളറുകൾക്ക് വേണ്ട ഫോർവേഡ് വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ കണ്ടതായിരുന്നു, ഗ്രാഫ് വഴി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പം ഓരോ കളർ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോൾട്ടേജ് വേണ്ടത് 4.2 വോൾട്ട്, അതായത് വൈറ്റിനൊക്കെ കൂടുതൽ കളർ വേണം. വൈറ്റ് LED ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ 4.2 വോൾട്ടോളം അപ്ലൈ ചെയ്യണം. റെഡിന് 2.1 ഏകദേശം 2.1 റേഞ്ച് മതി. then ultra high output means അതായത് maximum voltage ലൈറ്റ് തരുന്ന ultra high output. then high power LEDs, HP LED or HO LED, capable of producing light output with higher luminous intensity. അതായത് high power means കൂടുതൽ luminance, അതായത് ലൂമൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ബൾബുകൾ. നമുക്കറിയാം ലൂമൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കൂടുതൽ കറണ്ട് പാസ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ക്യാൻ ബി ഡ്രിവൺ അറ്റ് കറണ്ട് ഫ്രം 100 of milliampere to more than an ampere. അതായത് നമുക്കറിയാം LED എന്താണ്, ഒരു കറണ്ട് ഡ്രിവൺ എലമെന്റ് ആണ് അല്ലേ. അപ്പം കൂടുതൽ കറന്റ് പാസ് ചെയ്താൽ മാത്രമേ കൂടുതൽ ലൂമൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. LED പവർ ഡെൻസിറ്റി അപ് ടു 300 വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ ഹാസ് ബീൻ അച്ചീവ്ഡ്. അതായത് ഒരു സെന്റിമീറ്റർ സ്ക്വയർ നിന്ന് നമുക്ക് 300 വാട്ട് വരെ കൺസംഷൻ ഉള്ള ടൈപ്പ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് ബി മൗണ്ടഡ് ഓൺ എ ഹീറ്റ് സിങ്ക് ഫോർ ഹീറ്റ് ഡിസിപ്പേഷൻ. അതായത് കറണ്ട് ലെവൽ കൂടുമ്പോഴത്തേക്കും നമുക്കറിയാം ഹീറ്റ് സിങ്ക് അത്യാവശ്യം, ഹീറ്റ് സിങ്ക് അത്യാവശ്യമാണ് അവിടെ. അപ്പം LED സ്ട്രിപ്പുകളൊക്കെ ഇതിൽ വരുന്നത്, LED സ്ട്രിപ്പുകൾ എക്സാമ്പിൾസ് LED സ്ട്രിപ്പുകൾ നമുക്ക് ഹൈ പവർ LED ആയിട്ട് കണക്കാക്കാം. സ്ഫെറിക്. ഇനി നെക്സ്റ്റ് LED ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ബേസ് ചെയ്തുകൊണ്ട് സ്ഫെറിക്കൽ ടൈപ്പ് ഉണ്ട്, ടാപ്പേർഡ് ടൈപ്പ് ഉണ്ട്, കപ്പ് ഷേപ്ഡ്. 3 ഫിഗറുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ബൾബ് സീരീസ്, പല സീരീസോ ബൾബുകൾ അവൈലബിൾ ആണ്. LED എല്ലാ ഷേപ്പുകളിലും സൈസുകളിലും അവൈലബിൾ ആണ്. അതായത് നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ലൈറ്റിംഗ് സിസ്റ്റത്തിന് അതേ ഷേപ്പുകളിലാണ് ഈ സീരീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സീരീസ് 2 ജസ്റ്റ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ദെൻ അതർ ടൈപ്സ്. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജിയിൽ ഡെവലപ്പ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് നമുക്കറിയാം SMD ടൈപ്പ് LEDകൾ വന്നിട്ടുണ്ട്. കൂടാതെ COB, അതായത് ചിപ്പ് ഓൺ ബോർഡ് എന്നുള്ള ടൈപ്പ് LEDകളൊക്കെ നമുക്ക് ധാരാളം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ LED ട്യൂബ് ലൈറ്റ്സ്, നമുക്കറിയാം ഫിറ്റ് ഇൻ ട്യൂബ് ഫിക്ചേഴ്സ് ഇൻസ്റ്റർ ഫ്ലോറസെന്റ് ട്യൂബ്. നമ്മൾ ഫ്ലോറസെന്റ് ട്യൂബിന് പകരമായിട്ട് ഇപ്പോൾ എല്ലാവരും അവിടെ നമ്മൾ LED ട്യൂബ് ലൈറ്റ് ആണ് കൊടുക്കാറുള്ളത്. കാരണം കുറച്ചും കൂടി സോഫ്റ്റ് ലൈറ്റ് ആയിരിക്കും. അതായത് പിന്നീട് ഒരു ഡിലേ ഒന്നുമില്ല, ഓൺ ആക്കി ഉടനെ തന്നെ ഹൈ ബ്രൈറ്റ്നെസ്സോടുകൂടി അത് കിട്ടുന്നതായിരിക്കും. കൂടാതെ ലോങ് ലൈഫും കൂടിയുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ LED ഫ്ലോറസെന്റ് ലാമ്പുകൾ തമ്മിലുള്ള കമ്പാരിസണും ഡിഫറൻസസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതായിരുന്നു. LED സ്ട്രിപ്പ് ലൈറ്റ്, ടേപ്പ് ഓർ റിബൺ ലൈറ്റ്, ടേപ്പ് ഓർ ഫ്ലെക്സിബിൾ ആയ റിബൺ ടൈപ്പ്. ഫ്ലെക്സിബിൾ സർക്യൂട്ട് മെയ്ഡ് ബൈ സർഫസ് മൗണ്ട് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ഓർ SMD. SMD മീൻസ് സർഫസ് മൗണ്ടഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതായത് നമുക്കറിയാം SMD ഡിവൈസസുകളൊക്കെ വെച്ച് നമുക്ക് അറിയാവുന്നതാണ്. ലീഡ്ലെസ് ആണ്. ഓൺ എ ഫ്ലെക്സിബിൾ ടൈപ്പ് PCB ലെയറിൽ നമ്മൾ അതിനെ ഫിക്സ് ചെയ്യണം. ഹൈ ലൂമിനസ് എഫിഷ്യൻസി ആൻഡ് ലോങ്ങർ ലൈഫ് സ്പാൻ ആണ് ഇവയ്ക്ക്. നല്ല എഫിഷ്യൻസി ഉണ്ട്. യൂസ്ഡ് ഇൻ ഹൈ ബ്രൈറ്റ്നെസ് ടാസ്ക് ലൈറ്റിംഗ്, ഫ്ലൂറസെന്റ് ആൻഡ് ഹാലോജൻ ലൈറ്റിംഗ് റീപ്ലേസ്മെന്റ്. അതായത് ഹൈ ബ്രൈറ്റ്നെസ് വേണ്ടിടത്തൊക്കെ നമ്മളിപ്പോൾ ഫ്ലൂറസെന്റ് ലാമ്പുകളൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ഇതാണ് യൂസ് ചെയ്ത് വരുന്നത്. ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് അവിടങ്ങളിലും, അൾട്രാവയലറ്റ് ഇൻസ്പെക്ഷൻ ഡ്യൂറിംഗ് മാനുഫാക്ചറിംഗ് പ്രോസസ്സുകളിലും, കോസ്റ്റ്യൂം ഡിസൈനുകളിലെല്ലാം നമ്മളിപ്പം ഇവിടെ സ്ട്രിപ്പ് LEDകളാണ് യൂസ് ചെയ്ത് വരുന്നത്. Then SMD LEDs, mounted on a surface or PCB by soldering method. അതായത് PCBയിൽ മൗണ്ട് SMD LEDs PCBയിൽ മൗണ്ട് ചെയ്തിരിക്കുന്നു. ടിപ്പിക്കലി ഡിസ്ക്രൈബ് വിത്ത് 4 ഡിജിറ്റ്, അതായത് 3528 SMD, 5050 SMD. Refer to the length and width dimensions of the SMD in case 3.5 into 2.8 mm and 5 into 5 mm. അതായത് നമ്മൾ SMD LEDകളെ സ്പെസിഫൈ ചെയ്യാറുള്ളത് അവയുടെ 3528 എന്ന് പറയുമ്പോൾ 3.5 mm നീളവും 2.8 mm വീതിയുമാണ്. അങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യാറുള്ളത്. ചിപ്പ് ഓൺ ബോർഡ് LED മോഡ്യൂൾ നേരത്തെ പറഞ്ഞു. കൂടുതൽ എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ 10,000 ലൂമൻ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈറ്റിംഗ് സിസ്റ്റം ഹാവ് മൾട്ടിപ്പിൾ LED ചിപ്സ് മൗണ്ടഡ് ഓൺ എ സിംഗിൾ PCB എൻകാപ്സുലേറ്റഡ് ഇൻ എ ഫോസ്ഫർ എപ്പോക്സി മിക്സ്. ഇതാണ് ഒരു ചിപ്പ് ഓൺ ബോർഡ് LEDയുടെ ഡയഗ്രാം. അതായത് ഏകദേശം 900 എബോവ് LEDകൾ ഒരു സിംഗിൾ PCBയിൽ നമുക്കതിനെ
ഉൾക്കൊള്ളിക്കാം. ദെൻ ക്യാൻ റീച്ച് മെനി 100 വാട്ട്സ്, അതായത് ക്യാൻ റീച്ച് മെനി 100 വാട്ട്സ് ഡെലിവറിങ് ഓവർ 10,000 ലൂമൻ, അതായത് അത്രയും ബ്രൈറ്റ്നെസ്സോട് കൂടി. യൂസ്ഡ് ഇൻ ഹൈവേ ഓർ എക്സ്റ്റീരിയർ ലൈറ്റിംഗ്. എക്സ്റ്റീരിയർ ലൈറ്റിങ്ങിനും നമുക്ക് ഹൈറ്റുള്ള ഏരിയകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതിന്റെ പാർട്സ് എന്ന് പറയുന്നത് ഡയോഡ്, ഡൈ ഉണ്ടായിരിക്കും, യെല്ലോ ഫോസ്ഫർ കോട്ടിംഗ്, പ്ലാസ്റ്റിക്, സിറാമിക് കപ്പ്. നെക്സ്റ്റ് LED ബൾബ് സ്പെസിഫിക്കേഷൻ. ഷേപ്പ് ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നത്. അതായത് ഷേപ്പ് ഓഫ് LED ബൾബ് ഇൻഡിക്കേറ്റഡ് ബൈ എ കോഡ് T മീൻസ് ട്യൂബ് മോഡൽ, PAR മീൻസ് പാരാബോളിക് അലുമിനിയം റിഫ്ലക്ടർ ആൻഡ് MR ഈസ് യൂസ്ഡ് ഫോർ മൾട്ടി ഫേസറ്റഡ് റിഫ്ലക്ടർ. അതായത് ഓരോ ടൈപ്പ് ഓഫ് LEDകളുടെ ഷേപ്പാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ടു LED ബൾബ് ഡയമീറ്റർ. ഇങ്ങനെയാണ് ഡയമീറ്റർ ബേസ് ചെയ്തുകൊണ്ട്. ഡയമീറ്റർ അതായത് അതിന്റെ ട്യൂബുകളൊക്കെ LED ട്യൂബ് ലൈറ്റ് ആകുമ്പോഴത്തെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയും 1/8 ഓഫ് എൻ ഇഞ്ചിലാണ് പറയുക. അതായത് 12 മീൻസ് 12/8 ഓഫ് എൻ ഇഞ്ച്, അതായത് 12/8 ഓഫ് എൻ ഇഞ്ച്, ഒരു ഇഞ്ചിന്റെ 12/8 ഓഫ് എൻ ഇഞ്ച്, അതായത് 1.5 ഇഞ്ചസ് ഡയമീറ്റർ. PAR 20 മീൻസ് 28 ഓഫ് എൻ ഇഞ്ച്, അതായത് 2.5 ഇഞ്ച്. MR 16 മീൻസ് 16/8 ഓഫ് എൻ ഇഞ്ച്, അതായത് 2 ഇഞ്ച് ഡയമീറ്റർ. ഡയമീറ്റർ ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ബൾബ് ലെങ്ത് ഇൻ mm സാധാരണ പറയാറ്. ബൾബ് സ്പെസിഫിക്കേഷൻ. ബേസ് ടൈപ്പ്. ബേസ് നമുക്കറിയാം നമ്മുടെ ഫിക്സ്ചറിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം നമ്മുടെ ട്രഡീഷണൽ ലൈറ്റിംഗ് ഫിക്സ്ചറുകളിൽ നമുക്ക് LED ബൾബുകളും നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പം അതിനനുസരിച്ച് കൊണ്ടുള്ള ത്രെഡ് ടൈപ്പ് അങ്ങനെയുള്ള പല മോഡലുകൾ ബേസ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു സ്ക്രൂ ടൈപ്പ് ഉള്ളതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന്. നെക്സ്റ്റ് ഇതും പിൻ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. പിൻ ബേസസ്. നെക്സ്റ്റ് സൈസ് ഓഫ് LED ഓൺ സ്ട്രിപ്പ്. ഇങ്ങനെയാണ് ഒരു LED സ്ട്രിപ്പിലുള്ള LEDകളുടെ സൈസ് നമ്മൾ എങ്ങനെയാണ് മെൻഷൻ ചെയ്യാറുള്ളത് നോക്കാം. ദീസ് ആർ സ്യൂട്ടബിൾ ഫോർ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസ് ലൈക്ക് ക്യാബിനറ്റ് ഡെക്കറേഷൻ, സ്റ്റെയേഴ്സ്, വിൻഡോസ്, ഫോട്ടോ സീലിംഗ്സ്, കൗസ് എക്സെട്ര. അപ്പം നമുക്കറിയാം 3528 എന്നാണ് അവയെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ അവയുടെ സൈസ് 3.5 mm നീളവും 2.8 mm വീതിയുമുള്ള LEDs ആണ്. 50-50 മീൻസ് എന്താണ്, കുറച്ചും കൂടി സൈസ് കൂടുതൽ, 5 mm × 5 mm. These are bright LED strip and the size will be about 40% bigger than 3528 LEDs. സൈസ് കൂടുതലായിരിക്കും. These producing highlight output. നമുക്കറിയാം സൈസ് കൂടുമ്പോഴത്തേനും ഇതിന്റെ സൈസ് കൂടി അത് ബ്രൈറ്റ്നെസ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. This can use for both commercial and domestic applications such as outdoor and ambient lighting. Outdoor application വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. നമ്പർ ഓഫ് LEDs പെർ മീറ്റർ. ഇങ്ങനെയാണ് LED, അതായത് ഒരു സ്ട്രിപ്പിൽ എത്ര LED. നമുക്കറിയാം എന്തിനാണ് നമ്പർ ഓഫ് LEDs നമ്മൾ കൂട്ടുന്നത്, ബ്രൈറ്റ്നെസ് കൂടാൻ വേണ്ടി അല്ലേ. ആൻഡ് ലൈറ്റ് പാറ്റേൺ ഓഫ് എ സ്ട്രിപ്പ്. ദീസ് ആർ എങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്, 30 LEDs പെർ മീറ്റർ ജനറലി യൂസ് ഇൻ ഡൊമസ്റ്റിക് ഡെക്കറേഷൻസ്, 60 LEDs പെർ മീറ്റർ ടാസ്ക് ലൈറ്റിംഗ്, അണ്ടർ കിച്ചൺ ക്യാബിനറ്റ് അങ്ങനെയുള്ളിടത്ത് 120 LEDs പെർ മീറ്റർ. അങ്ങനെയൊക്കെ നമുക്ക് സ്ട്രിപ്പിലെ LEDകളെ അറേഞ്ച് ചെയ്യാം. തെർമൽ മാനേജ്മെന്റ് ഓഫ് ഹൈ പവർ LEDs. നമുക്കറിയാം തെർമൽ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ് നമുക്കറിയാം. കാരണം LEDs ആർ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണെന്ന് നമുക്കറിയുന്ന കാര്യമാണ്. They can be use up to 350 milliwatt or more in a single LED. അതായത് ഒരു സിംഗിൾ LED തന്നെ 350 milliwatt or more പവർ ആണ് അവിടെ കൺസ്യൂം ചെയ്യുന്നത്. സോ മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രിസിറ്റി ഇൻ എൻ LED ബിക്കംസ് ഹീറ്റ് റാദർ ദാൻ ലൈറ്റ്. അതായത് മോസ്റ്റ് ഓഫ് ദി പവർ, അതായത് പവറും ഹീറ്റ് ആയിട്ടാണ് ഇവിടെ പോകുന്നത്. സോ നീഡ് ടു കീപ് ദ ടെമ്പറേച്ചർ വിത്ത് ഇൻ സേഫ് ലിമിറ്റ് ആൻഡ് റിമൂവ് എക്സസ് ഹീറ്റ് ടു ഇൻക്രീസ് ലൈഫ് സ്പാൻ. അതായത് നമ്മൾ ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ LEDയുടെ ലൈഫ് സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളത് നമുക്കറിയാം വാട്ട് കൂടുന്തോറും കറന്റ് കൂടുന്നു. കറന്റ് അതായത് LED ഒരു കറന്റ് സെൻസിറ്റീവായ ഡിവൈസ് ആണ്. അതായത് കറന്റ് കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നു. സോ എന്താണ് നമുക്കറിയാം തെർമൽ റൺഅവേ എന്നുള്ള പ്രോസസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ LEDയുടെ ജംഗ്ഷൻ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. Need to keep the temperature within safe limit and remove excess heat to increase lifespan. The excess temperature of LED light can be eliminated by. എങ്ങനെയൊക്കെ നമുക്കിത് എലിമിനേറ്റ് ചെയ്യാം?
യൂസിങ് ഹീറ്റ് അഡ്ഹസീവ് വിത്ത് ബോർഡ് ആൻഡ് ഹീറ്റ് സിങ്സ്. അതായത് ഹീറ്റ് അഡ്ഹസീവ് ആയ മെറ്റീരിയൽസ് ഒക്കെ ബോർഡുകളിൽ യൂസ് ചെയ്തുകൊണ്ടും കൂടാതെ ഹീറ്റ് സിങ്ക് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്കിതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഹീറ്റ് സിങ്സ് എന്താ നമ്മൾ നേരത്തെ പഠിച്ചിട്ട് വന്നത് എന്താണ്? The thermal conductivity type മെറ്റീരിയൽ കൊണ്ടാണ് ഹീറ്റ് സിങ്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. യൂസ്ഡ് ഫോർ ഡിസിപ്പേറ്റിംഗ് ഹീറ്റ് ബൈ കണ്ടക്ഷൻ മെത്തേഡ്. അലുമിനിയം പോലെയുള്ള മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ഹീറ്റ് സിങ്ക് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഹീറ്റിനെ ഡെസിപ്പേറ്റ് ചെയ്ത് കണ്ടക്ഷൻ മെത്തേഡിൽ ഡെസിപ്പേറ്റ് ചെയ്ത് കളയുന്നു. ദെൻ LED ലാമ്പ് സ്പെസിഫിക്കേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു LED ലൈറ്റുകൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഓവർ ഇൻകാൻഡസെന്റ് ലാമ്പും ഫ്ലോറസെന്റ് ലാമ്പിനെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് സിസ്റ്റമാണ് സോളിഡ് സ്റ്റേറ്റ് ലൈറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അതിൽ നമുക്ക് LED ലാമ്പുകളുടെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. പവർ റേറ്റിംഗ്. നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പോൾ നമ്മൾ എത്ര വാട്ട് LED ആണെന്നൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ വാങ്ങിക്കാറ്. ഇക്വലന്റ് ഇൻകാൻഡസെന്റ് ലാമ്പ് റേറ്റിംഗ്. അപ്പം ഇക്വലന്റ് ആയിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്ത് അതായത് ഇൻകാൻഡസെന്റ് ലാമ്പുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാറുണ്ട്. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി. ഏത് ഫ്രീക്വൻസിയിൽ വോൾട്ടേജിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നീട് ദ ലൈറ്റ് കളർ എമിറ്റഡ്. ഏത് കളറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് കളർ റെൻഡറിംഗ് ഇൻഡെക്സ്. അതായത് എന്താണ് കളർ റെൻഡറിംഗ് ഇൻഡെക്സ്? അതായത് എബിലിറ്റി ഓഫ് എ ലൈറ്റ് സോഴ്സ് ടു റിവീൽ ഒറിജിനൽ കളർ. അതായത് ഒറിജിനൽ കളർ, ഒരു ഒബ്ജക്റ്റിന്റെ ഒറിജിനൽ കളർ നമുക്കത് അതിന് റിവീൽ ചെയ്യാനുള്ള അതിന്റെ കഴിവ്. അതായത് നമ്മൾ നാച്ചുറൽ ലൈറ്റിൽ നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് എങ്ങനെയാണോ അതിന്റെ ഒറിജിനൽ കളർ കാണുന്നത്, അതുപോലെ ഈ ലൈറ്റിൽ നമുക്ക് എത്രമാത്രം അതിന്റെ ഒറിജിനാലിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത്. അതാണ് അതിന്റെ ഇറ്റ്സ് കളർ റെൻഡറിംഗ് ഇൻഡെക്സ്. അത് ഏകദേശം അത് 90%, 80%, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറ്. ലൂമിനസ് ഫ്ലക്സ്. നെക്സ്റ്റ് ലൂമിന എത്രമാത്രം ലൂമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് ലൈഫ് ടൈം. എത്ര സമയം അതിന് എത്ര ടൈം ഉണ്ട് അതിന്റെ ഓപ്പറേറ്റിംഗ് ലൈഫ്. ഫിറ്റിംഗ് ടൈപ്പ്. എങ്ങനെയാണ് അതിന്റെ ഫിറ്റിംഗ്? വെദർ ദ ലാമ്പ് ഈസ് ഡിമ്മബിൾ. ലാമ്പ് ഡിമ്മബിൾ ആണ്. നമുക്കറിയാം LED പ്രത്യേകം എന്താണ്, നമുക്കതിന്റെ ഡിമ്മബിൾ ആണ് നമ്മുടെ LED ലൈറ്റുകളെല്ലാം. അപ്പോൾ ഫിറ്റിംഗ് ടൈപ്പും ഡിമ്മബിൾ ആവണോ എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇൻ ദ കേസ് ഓഫ് ഡയറക്ഷൻ ലാമ്പ്, ലൂമിനസ് ഇന്റൻസിറ്റി ആൻഡ് ബീം ആംഗിൾ മേ ആൾസോ നീഡ് ടു നോൺ. അപ്പോൾ ഡയറക്ഷൻ ലാമ്പുകളിലാണെങ്കിൽ നമുക്ക് അതിന്റെ ലൂമിനസ് ഇന്റൻസിറ്റി ബീം ആംഗിളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഏതൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻ, ലോ പവർ, ഹൈ പവർ LED, സ്ട്രിപ്പ് എന്താണ്, ചിപ്പ് ഓൺ ബോർഡ് LED എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് ലെസണിൽ എന്താണ് LEDകളുടെ സ്റ്റാക്കിംഗ്, LED ഡ്രൈവേഴ്സ് ഏതൊക്കെയാണ്, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. So thanks.